ഹായ് ഗൈസ്, ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ. അപ്പോൾ ഞാനും മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോയിട്ടാ. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണല്ലോ മാങ്ങാത്തോര. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി നോക്കിയത് ഫ്ലോപ്പായി പോയിട്ടാ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ മാങ്ങക്ക് അതാ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങൾ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായും കറക്കപ്പെട്ടതിൻ്റെ കഷ്ണം, കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തതാ. ഒന്ന് കുക്കറിൽ ഒരു വിസലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ഉണ്ട് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിന് മുന്നേ ഉണ്ടാക്കിയത് റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണല്ലോ ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് ഞാനിതൊന്ന് ജ്യൂസ് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിക്കണത് എന്താ വെച്ചാൽ ചില മാങ്ങക്ക് നല്ല ആരുണ്ടാവുമല്ലോ. അപ്പോൾ ആ ആരൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ അരിച്ചെടുക്കണത്. അപ്പോൾ ഇത് അരിച്ചെടുത്തപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിപ്പോൾ നമ്മൾ ഇതുണ്ടാക്കിയിട്ട് വേറൊരു തട്ടിലേക്ക് ഒഴിക്കുമല്ലോ. അപ്പോൾ അത് ഒരു ദിവസം നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസമാണ് നമ്മൾ വെയിലത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഉണ്ടാക്കിയത് എന്ത് ചെയ്ത് ഞാൻ അന്ന് തന്നെ വെയിലത്ത് കൊണ്ടുവച്ച്. അപ്പോൾ അത് റെഡി ആയിട്ടാ. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നപ്പോൾ ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മുളക് പൊടി മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഞാനത് അതിനനുസരിച്ച് 1/2 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ എരിവുള്ള മുളക് പൊടിയുമാണ്. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ കുറുകി വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇതാ ഒന്ന് ഓയിലോ നെയ്യോ എന്താ വേണ്ടിച്ച് ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഒന്ന് ഓയിൽ ഒഴിച്ച് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലും കൂടെ ഒഴിക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ഒന്നൊരു ചുറ്റിച്ച് കൊടുക്കണ്ട നല്ല. അപ്പം കുറച്ചൊരു കട്ടിയിൽ അപ്പോൾ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വെയിലത്തൊക്കെ ഒരു ദിവസം ഇവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം വെയിലത്തൊക്കെ കൊണ്ടുവച്ചത് എടുത്തു കൊണ്ടിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് നോക്കട്ടെ. അയ്യവ അപ്പോൾ നല്ല സെറ്റപ്പായി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലോപ്പായാലും ഇപ്രാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഉണ്ടാക്കാത്തവർ അധികം ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ. അപ്പോൾ എന്താ അങ്ങനെ റോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വെയിൽ തട്ടണം തോന്നുന്നു കേട്ടോ. അപ്പം എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അടിയിലൊന്നും അങ്ങനെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. കഴിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ആ എരിവും പുളിയും മധുരവും മാങ്ങൻ്റെ പുളിയും മധുരമൊക്കെ കൂടി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊരു പുളിമുട്ടായൊക്കെ തിന്നണ ഒരു ഇതിലിട്ടാണ്. അപ്പോൾ ഇതാ പിറ്റേ ദിവസം വെയിലുണ്ടിട്ട് ഒന്ന് ഞാൻ തൂക്കിയിട്ട് കട്ട് ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.